ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും മക്കൾക്കിഷ്ടമുള്ളതെല്ലാം വാങ്ങി നൽകുന്ന, കുഞ്ഞുങ്ങളൊന്ന് വീണാൽ അവർക്കൊരു അസുഖം പിടിപെട്ടാൽ ഉള്ളു നീറുന്ന, കുടുംബത്തിൻ്റെ ഭാരവും ബുദ്ധിമുട്ടുകളും പുറമേ കാണിക്കാതെ ഉള്ളിലൊതുക്കുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പേരാണ് അച്ഛൻ. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ വില നമ്മൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അച്ഛൻ്റെ കരുതൽ ചിലപ്പോൾ കർശനമായ വാക്കുകളാകാം, മക്കളുടെ ഇഷ്ടത്തിനെതിരായ തീരുമാനമായിരിക്കും. അതിനെ അയാളുടെ സ്വാർത്ഥതയെന്നും എൻ്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമെന്നും കരുതുന്ന മക്കളുണ്ട്. എന്നാൽ എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുതെന്ന ഒരച്ഛൻ്റെ ഉള്ളിലെ ഭീതിയാകാം ചില നിയന്ത്രണങ്ങൾക്ക് പിന്നിൽ. ഇങ്ങനെ കൗമാരപ്രായത്തിലെ മകളുടെ പ്രണയത്തെ എതിർത്ത ഒരച്ഛന് അവൾ കൊടുത്ത സമ്മാനം എന്താണെന്നറിയാമോ? 1.5 വർഷത്തെ ജയിൽവാസം. ഇടുക്കിയിൽ പ്രായപൂർത്തിയാകാത്ത മകൾ നൽകിയ പീഡന പരാതി വ്യാജമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ ആ നാളുകളിൽ ജയിലിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അയാൾ അനുഭവിച്ച വേദനയും സമൂഹത്തിന് മുന്നിലെ അപമാനവും കുടുംബത്തിലുണ്ടായ മുറിവും ഒരിക്കലും ഉണങ്ങാത്തതാണ്. വ്യാജ പീഡന പരാതി നൽകിയ മകളുടെ ഇപ്പോഴത്തെ അവസ്ഥയും പരിശോധിക്കേണ്ടതാണ്. ആ കേസിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. കൗമാരപ്രായത്തിലെ മക്കളുടെ പ്രണയത്തെ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ? പെട്ടെന്ന് കേൾക്കുമ്പോൾ വീട്ടിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുമല്ലേ? ഇടുക്കി കട്ടപ്പനയിലെ ആ അച്ഛനും അതേ ചെയ്തുള്ളൂ. മകളുടെ പ്രണയത്തെക്കുറിച്ച് കേട്ടപ്പോൾ ആദ്യം എതിർത്തു. എന്നാൽ അതിൻ്റെ പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് അച്ഛനോട് മനസ്സിൽ പക തോന്നുന്നു. പിന്നാലെ പിതാവിനെതിരെ വ്യാജ പീഡന പരാതി. അങ്ങനെ കേസും അറസ്റ്റും 1.5 വർഷത്തോളം നീണ്ട ജയിൽവാസവും. 18 മാസത്തിന് ശേഷം പിതാവ് നിരപരാധിയാണെന്ന് കട്ടപ്പന അതിവേഗ കോടതിയുടെ വിധി. ഈ കാലം അത്രയും ആ അച്ഛൻ അനുഭവിച്ച വേദനയും കണ്ണീരുമുണ്ടല്ലോ, അതത്ര വേഗം മനസ്സിൽ നിന്നും മായില്ല കേട്ടോ. മേരികുളം സ്വദേശിയായ പിതാവ് സ്വന്തം മകളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു മകളുടെ കാമുകനും അമ്മയും ചേർന്ന് ഉപ്പുതറ പോലീസിൽ പരാതി നൽകിയത്. പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാരോപിച്ച് കാമുകനെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കോടതിയിൽ പിതാവിനെതിരെ മൊഴി നൽകിയ പെൺകുട്ടി കാമുകൻ അനുകൂലമായി കൂറുമാറി. കേസിന്റെ വിചാരണ വേളയിൽ മകളും കാമുകനും ചേർന്ന് പിതാവിനെ ഒഴിവാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കള്ളക്കേസാണിതെന്ന് പെൺകുട്ടിയുടെ മാതാവും ഇളയ സഹോദരനും കോടതിയിൽ മൊഴി നൽകി. പ്രതിഭാഗത്തിന്റെ ഈ വാദങ്ങൾ ശരിവെച്ചാണ് കോടതി പിതാവിനെ കുറ്റവിമുക്തനാക്കിയത്. കട്ടപ്പന ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടേതാണ് നിർണായക ഉത്തരവ്. പെൺകുട്ടി കാമുകനുമായി ഫോണിൽ സംസാരിക്കുന്നതിനെ വീട്ടുകാർ എതിർത്തിരുന്നു. ഇതേ തുടർന്ന് പിതാവിനോട് പെൺകുട്ടിക്ക് ദേഷ്യമായി. പിന്നാലെയാണ് അച്ഛൻ പീഡിപ്പിച്ചുവെന്നാരോപിച്ച് കാമുകനും അമ്മയും പരാതി നൽകിയത്. ഫോൺ വിളിക്കുന്ന കേസാണ് ഇത്. വിഷയം മൊത്തത്തിൽ ഫോൺ വിഷയമാണ് ഇത്ര ഒരു ഇതാകാൻ വന്നത് കാരണമാണ്. ഞാനങ്ങനെ പറയുന്നത് കൊച്ചിന് ഇഷ്ടമല്ലായിരുന്നു. പമ്മിൽ പോയിരുന്ന് ഫോൺ വിളിയും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കൊച്ച് പറയുന്ന കാര്യങ്ങൾ, ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ മൊത്തം കൊച്ച് അവരുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ചറിയിക്കാമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അവരാണ് ഇതിനകത്ത് ഭയങ്കരമായിട്ട് കൈ വെച്ച് നിന്നത്. അതുകൊണ്ട് അവർ ചെയ്യിപ്പിച്ചതാണ്. അതെനിക്ക് ഉറപ്പായി. ഞാൻ അറിയുകയും ചെയ്തു കൊച്ചിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാന്നും പറഞ്ഞു. പോലീസ് എത്തി പിതാവിനെ വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയപ്പോഴാണ് മകൾ അച്ഛനെതിരെ കേസ് കൊടുത്ത കാര്യം അമ്മ പോലും അറിയുന്നത്. കൊച്ചി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് എനിക്കറിയാം എൻ്റെ ഭർത്താവ് നിരപരാധിയാണ്. കൊച്ചി വെക്കേഷൻ ആകുമ്പോഴല്ലേ സ്കൂളിൽ നിന്ന് ഇവിടെ വരുന്നത്. അത് വന്ന് 10 ദിവസം നിൽക്കും, അല്ല 3 മാസം നിൽക്കും. അപ്പം ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ഭാര്യയല്ല, എനിക്കറിയാമല്ലോ എൻ്റെ ഭർത്താവ് നിരപരാധിയെന്ന്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കുറ്റം എനിക്ക് തിരുത്തി എടുക്കാനും അറിയാം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ എന്ത് തോന്നുന്നു കേസിൽ വെറുതെ വിട്ടാൽ വളരെയധികം സന്തോഷമുണ്ട്. ജോബിൻ ജോർജ് സാറിൻ്റെ കഠിനമായ പരീക്ഷ അവർ സാറ് നല്ലപോലെ ഞങ്ങളെ സഹായിക്കുകയും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഞങ്ങളെ സഹായിച്ച് ഈ കേസിൽ നിന്ന് ഞങ്ങൾ ജാമ്യമില്ലാ കേസിൽ പിതാവ് 1.5 വർഷത്തോളമാണ് ജയിലിൽ കഴിഞ്ഞത്. കേസിൽ പെട്ടപ്പോൾ ആരും സഹായിക്കാൻ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ കാമുകനൊപ്പമാണ് പെൺകുട്ടി താമസിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി.
ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ തോറ്റു പോകുമ്പോൾ അതിന് പരിഹാരം ജീവിതം അവസാനിപ്പിക്കുന്നതാണോ? കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയോ, ദാമ്പത്യത്തിലെ തർക്കമോ, മക്കളുടെ പഠനമോ, ബന്ധങ്ങളിലെ പ്രശ്നമോ ആകാം. ചിലപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പലരെയും കൂട്ടമരണത്തിലേക്ക് നയിക്കുന്നത്. കാസർഗോഡ് മീപ്പുഗിരിയിൽ അച്ഛനെയും മകളെയും വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ എന്തായിരിക്കും കാരണം? മീപ്പുഗിരിയിലെ ഗണേശൻ, മകൾ +2 വിദ്യാർത്ഥിനി വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയുടെ കാരണം വ്യക്തമായിട്ടില്ല. ഈ വാടക വീട്ടിൽ 1.5 വർഷത്തിൻ്റെ 4 പേരാണ് ജീവനൊടുക്കിയത്. അച്ഛനെയും +2 വിദ്യാർത്ഥിനിയായ മകളെയും വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. കർണാടക സ്വദേശിയും കാസർഗോഡ് മീപ്പുഗിരിയിൽ താമസക്കാരനുമായ ഗണേശൻ, പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയായ മകൾ വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ചെമ്മനാട് കോളിയടുക്കം ശിവപുരം ക്ഷേത്രത്തിന് സമീപത്തെ ഇരുനില വാടക വീട്ടിലാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഹോം നഴ്സും കോഴിക്കോട് സ്വദേശിയുമായ ഭാര്യ ഓമന ജോലി സ്ഥലത്തും മകൻ വിഷ്ണു കാറ്ററിംഗ് ജോലിക്കും പോയതായിരുന്നു. ശനിയാഴ്ച രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അയൽവീട്ടിലെത്തിയ ഗണേശൻ മകളെ കാണാനില്ലെന്ന് പറഞ്ഞെങ്കിലും കേട്ടവർ ആദ്യം ഇത് വിശ്വസിച്ചില്ല. വീട്ടിലേക്ക് തിരിച്ചുപോയ ഗണേശൻ അകത്തു കയറി വാതിൽ കുറ്റിയടച്ചു. ഇതോടെ സംശയം തോന്നിയ അയൽവാസികൾ വിവരം മേൽപ്പറമ്പ് പോലീസിനെ അറിയിച്ചു. വീടിന്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ബലം പ്രയോഗിച്ച് അകത്തു കയറി നോക്കിയപ്പോഴാണ് വൈഷ്ണവിയെയും ഗണേശിനെയും ഒരേ ഫാനിന്റെ ഹുക്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. മകളുടെ മരണമറിഞ്ഞ് ഗണേശൻ ജീവനൊടുക്കിയതാണോ എന്നും സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഗണേശനും കുടുംബവും ശിവപുരത്തെ വീട്ടിലേക്ക് താമസം മാറിയത്. +2 സയൻസ് വിദ്യാർത്ഥിനിയായ വൈഷ്ണവി പഠിക്കാൻ മിടുക്കിയായിരുന്നു. എന്തായിരുന്നു ആത്മഹത്യയുടെ കാരണമെന്ന് വ്യക്തമായിട്ടില്ല. മേൽപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വിഷ്ണുപ്രിയയാണ് ഗണേശന്റെ മറ്റൊരു മകൾ. വാടകയ്ക്ക് താമസിച്ചിരുന്ന 2 പേർ ഇതേ വീട്ടിൽ നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 2025 ആഗസ്റ്റ് 13 ഒരു യുവാവും 3 മാസം കഴിഞ്ഞ് യുവാവിന്റെ പിതാവുമാണ് ജീവനൊടുക്കിയത്. ന്യൂസ് 18 കാസർഗോഡ്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാലോ തോറ്റാലോ ജീവിതത്തിൽ പരാജയപ്പെടുമോ? പഠനത്തിലെ സമ്മർദ്ദവും ഭാവിയെക്കുറിച്ചുള്ള ഭയവും മാതാപിതാക്കളുടെ പ്രതീക്ഷകളും സ്വന്തം സ്വപ്നങ്ങൾ തകരുമെന്ന ഭീതിയുമാണ് പുതിയ തലമുറയുടെ ജീവിതം തകർക്കുന്നത്. മക്കളെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. മാർക്ക് കുറഞ്ഞാലും പരീക്ഷയിൽ തോറ്റാലും അവസരങ്ങൾ ഇനിയുമുണ്ട്. എറണാകുളം കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഈ സമൂഹം ചിന്തിക്കേണ്ടതാണ്. MA എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ ബിടെക് വിദ്യാർത്ഥിയാണ് മരിച്ചത്. ആത്മഹത്യയിലേക്ക് നയിച്ചത് കോളേജ് മാനേജ്മെന്റിന്റെ തെറ്റായ നടപടികളാണെന്ന് ആരോപിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോളേജിനടുത്ത് വിദ്യാർത്ഥികൾ താമസിക്കുന്ന വീട്ടിൽ ശനിയാഴ്ച വൈകുന്നേരമാണ് മിച്ചിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 പേജ് വരുന്ന ഹിന്ദിയിലുള്ള ആത്മഹത്യാ കുറിപ്പ് മുറിയിൽ നിന്ന് കിട്ടി. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞതിനെ തുടർന്ന് ഇയർ ഔട്ട് ആകുന്നതിലുള്ള സങ്കടമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുറിപ്പിലുള്ളത്. ക്രെഡിറ്റ് സ്കോർ വിഷയത്തിൽ മറ്റ് വിദ്യാർത്ഥികളും പ്രതിഷേധമുയർത്തി കഴിഞ്ഞു. മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ 18 ആണെന്നും MA കോളേജിൽ മാത്രം സ്കോർ 22 ആണെന്നും ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ കോതമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി. സംഭവം ഇവിടെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നുള്ള തന്നെയാണ് ഇവിടെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഇതിനു മുമ്പ് നിരന്തരം ഈ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ, ഇതിപ്പോൾ ക്രെഡിറ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും KTO അടക്കം 18 ക്രെഡിറ്റ് പോയിന്റ്
പറയുമ്പോൾ ഇവിടെ ആദ്യം 32 ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ മാനദണ്ഡം 32 എന്നുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികളടക്കം ഇടപെട്ടിട്ട് അത് 32 എന്നുള്ളത് 22 ചുരുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും 18 എന്നുള്ളത് ഇവിടെ KTU നടത്തിപ്പോകുന്ന രീതി ഉണ്ടായിരുന്നു. MA കോളേജ് ഓട്ടോണമസ് ആണെന്നും അക്കാഡമിക് കൗൺസിലാണ് ക്രെഡിറ്റ് സ്കോർ തീരുമാനിക്കുന്നതെന്നുമാണ് കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനും പ്ലേസ്മെന്റിനും അടക്കം സഹായിക്കുന്ന തരത്തിൽ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണ് ഈ സ്കോർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കോളേജ് അധികൃതർ പറയുന്നു. കാര്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കുന്നതായിരിക്കും. കൂടാതെ നമ്മൾ പറഞ്ഞേക്കുന്നത് സ്റ്റേ എക്സാമിൻ്റെ ഫീസ് കൂടുതലാണെന്നുള്ള ആ കാര്യവും അനുഭവപൂർവ്വം തന്നെ പരിഗണിക്കുന്നതായിരിക്കും. കൂടാതെ മാസത്തിലൊരു പ്രാവശ്യം നമ്മൾ കൗൺസിലുമായിട്ട് ഒരു മീറ്റിംഗ് കൂടാനും തീരുമാനിച്ചിട്ടുണ്ട്. സാറേ, നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അവർ ചെയ്യാനുള്ള കൗൺസിൽ ഈ ആഴ്ച തന്നെ കൂടുന്നതായിരിക്കും. ഞങ്ങൾ ചുമ്മാ അവർ പറഞ്ഞ കേട്ടല്ലോ. ഞാൻ അതിന് മുമ്പിട്ട് ഇറങ്ങിയ മനസ്സിലായോ? ഇന്നലെ നിങ്ങൾ ഞാനവിടെ മുമ്പിട്ട് ഇറങ്ങി. അപ്പം ഞാൻ പറയുന്നു ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇനിയും സമരം ഉണ്ടാവും ഉറപ്പ്. ഞാൻ ഒറ്റയ്ക്കെന്നാണ് പറഞ്ഞത്. ന്യൂസ് 18 കോതമംഗലം. കുട്ടിക്കാലം മുതൽ നേഴ്സാകണമെന്ന് സ്വപ്നം കണ്ടൊരു പെൺകുട്ടി. നെയ്യാറ്റിൻകര കത്തിപ്പാറ സ്വദേശിനി അൻസിജി +2 പഠനശേഷം മാർത്താണ്ഡത്തെ സ്വകാര്യ കോളേജിൽ അങ്ങനെയാണ് നഴ്സിംഗ് പഠനത്തിന് ചേർന്നത്. എന്നാൽ ഹോസ്റ്റലിലുണ്ടായ ഒരു പ്രശ്നത്തെ തുടർന്നുള്ള സമരം, അതേ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ, അൻസിജിയെയും കൂട്ടുകാരെയും അതിൻ്റെ പേരിൽ ചില അധ്യാപകർ വേട്ടയാടാൻ തുടങ്ങി. പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ, മാനസിക പീഡനം, ഒടുവിൽ അവരുടെ ആത്മഹത്യാ ശ്രമം. സ്വകാര്യ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യാശ്രമം നടത്തിയ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പല ദുരൂഹതകളുമുണ്ട്. അധ്യാപകരിൽ നിന്നുള്ള മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. കന്യാകുമാരി ജില്ലയിലെ കരിങ്കലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനി എടുത്തുചാടിയത്. നെയ്യാറ്റിൻകര കത്തിപ്പാറ സ്വദേശിനിയാണ് 21-കാരിയായ അൻസിജി. കൈകാലുകളും ശരീരഭാഗങ്ങളും ഒടിഞ്ഞ നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനിയെ ഉടൻ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കോളേജിലെ അധ്യാപകരിൽ നിന്നുള്ള മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന അൻസിജി ഉൾപ്പെടെയുള്ളവർ മോശം ഭക്ഷണം ചൂണ്ടിക്കാട്ടി ഏതാനും മാസങ്ങൾക്ക് മുൻപ് സമരപരിപാടികൾ നടത്തിയിരുന്നു. തുടർന്ന് സമരം ചെയ്ത വിദ്യാർത്ഥികളെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. ഇതിനുശേഷം സ്വകാര്യ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ അധ്യാപകരും മാനേജ്മെന്റ് അധികൃതരും മാനസികമായി പീഡിപ്പിക്കാറുണ്ടെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ കരിങ്കൽ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വ്യാഴാഴ്ച ഇവളെ വിളിച്ചിട്ട് ഇതേമാതിരി ഇവർ കൊണ്ടുപോയി എന്തൊക്കെ ചോദ്യം ചെയ്ത് ഇവൾ കരഞ്ഞു കൊണ്ടുവന്നു എന്ന് പറയും. അതേ പ്രവൃത്തി തന്നെയാണ് ഇവർ വെള്ളിയാഴ്ച ദിവസവും ഈ എന്തോ പോസ്റ്റിംഗ് എന്തോ ഉള്ള ദിവസമാണ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് അത് 4ാമത്തെ നിലയിൽ എന്തോ ഇവർ നിന്ന സമയത്താണ് വിളിച്ചുകൊണ്ട് പോയപ്പോൾ കൂടെയുള്ള കുട്ടി പിറകെ പോയി ആ കുട്ടിയെ വിരട്ടി വിട്ടു. പിന്നെ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തള്ളിയിട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അത്രയും അറിവുള്ള 1-2 കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർ തള്ളിയിട്ടു എന്നാണ് പറയുന്നത്. ഒരു വർഷത്തിന് മുമ്പേ ഫുഡിൻ്റെ പ്രോബ്ലത്തിൽ 3 കുട്ടികൾ ഫുഡ് കഴിച്ച് തലകറങ്ങി വീഴുകയും അതിൻ്റെ പരമായിട്ട് അവിടെ ഒരു പ്രകടനം, അതിനെതിരായിട്ട് ഒരു പ്രകടനം വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് മോൾ അതിൽ പങ്കെടുത്തു എന്ന കുറ്റത്തിൽ അവളെ കോളേജിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. 10-15 ദിവസം പുറത്ത് നിന്നിട്ടാണ് വീണ്ടും അവർ കോളേജിലേക്ക് കയറ്റിയത്. 50,000 രൂപ ഫൈൻ അടച്ചാണ് വീണ്ടും കോളേജിലേക്ക് കയറിയത്. അത് കഴിഞ്ഞിട്ട് എന്ത് പ്രശ്നം ഉണ്ടായെന്നറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മോൾ വീണിരിക്കുന്നു. അതിന് ഇപ്പോൾ സംശയം അവർ തള്ളിയിട്ടു എന്നുള്ളതാണ് സംശയം. എന്നാൽ അവർ വിളിച്ചറിയിച്ചത് 2 മണിക്കൂറിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചറിയിച്ചത്. നമ്മൾ പോയ സമയത്ത് ഹോസ്പിറ്റലിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതേസമയം വിദ്യാർത്ഥി കോളേജിൽ മൊബൈൽ ഫോണുമായി എത്തിയത് പരിശോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും മറ്റു ആരോപണങ്ങളും പരാതികളും അടിസ്ഥാനരഹിതമാണെന്നും കോളേജ് അധികൃതർ പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പലിനും മാനേജ്മെന്റിനുമെതിരെ നടപടിയെടുക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
News18 നെയ്യാറ്റിൻകര. ഏതാനും നാളുകൾക്ക് മുൻപ് പാലക്കാട് മണ്ണൂർ നഗരപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയൊരു സംഭവം ഓർക്കുന്നില്ലേ? ചെർപ്പുളശ്ശേരി CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. SFI പ്രവർത്തകയായിരുന്ന പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിയെ പോലീസ് അന്ന് അറസ്റ്റും ചെയ്തു. ആ കേസിൽ പ്രതി ചെർപ്പുളശ്ശേരി സ്വദേശി പ്രകാശന് എന്തായിരിക്കും കോടതി ശിക്ഷ വിധിക്കുക? ഈ മാസം 21-ന് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധി പറയുകയാണ്. പ്രതിക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നായിരുന്നു CPMന്റെ വിശദീകരണം. മാർച്ച് 16 ഉച്ചയ്ക്ക് 1 മണിയോടെ മണ്ണൂർ നഗരിപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് സംഭവം പുറംലോകമറിഞ്ഞത്. ഇത് സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിന്റെ അമ്മയായ യുവതി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് മൊഴി നൽകുകയായിരുന്നു. ചെർപ്പുളശ്ശേരി CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡനത്തിനിരയായെന്നാണ് യുവതി പോലീസിന് പരാതി നൽകിയത്. പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി. തുടർന്ന് മങ്കര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചെർപ്പുളശ്ശേരി പുത്തനാലയ്ക്കൽ തട്ടാരുത്തൊടിയിൽ P. പ്രകാശൻ അറസ്റ്റിലായത്. കേസിൽ ഈ മാസം 21-ന് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധി പറയും. ടൂ-വീലർ വർക്ക്ഷോപ്പ് നടത്തുന്ന പ്രകാശൻ കഴിഞ്ഞ വർഷം ജൂണിലാണ് യുവതിയെ പീഡിപ്പിച്ചത്. ബിരുദ പഠന സമയത്താണ് യുവതിയും യുവാവും അടുപ്പത്തിലാകുന്നത്. 2018 ജൂൺ ആദ്യ ആഴ്ചയിൽ ഒരു ദിവസം 11 മണിക്ക് കോളേജ് മാഗസിൻ തയ്യാറാക്കുന്നതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ചെർപ്പുളശ്ശേരി ജംഗ്ഷനിലെ പാർട്ടി ഓഫീസിൽ പോയപ്പോൾ യുവാവ് ലൈം ജ്യൂസിൽ ലഹരിമരുന്ന് ചേർത്ത് മയക്കി പീഡിപ്പിച്ചെന്നും തുടർന്നാണ് യുവതി ഗർഭിണിയായതെന്നും പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടി ഓഫീസിൽ യുവതി ചെന്നപ്പോൾ മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നതായി റിപ്പോർട്ടിലുണ്ട്. SFI പ്രവർത്തകയായിരുന്നു യുവതി. യുവാവ് കോളേജിൽ പഠിച്ചിട്ടില്ലെന്നും CPMുമായി ബന്ധമില്ലെന്നുമാണ് സംഭവം വിവാദമായപ്പോൾ പാർട്ടി നേതൃത്വം. ഡിജിറ്റൽ കറൻസികളുടെ കാലമാണ്. ഒരു 10 രൂപ ചോദിച്ചാൽ പോലും പലരുടെയും കയ്യിൽ എടുക്കാൻ കാണില്ല. മെഡിക്കൽ ഷോപ്പിലും ആശുപത്രികളിലും കടയിലും സൂപ്പർ മാർക്കറ്റിലുമൊക്കെ ഗൂഗിൾ പേ ഇടപാടാണ്. എന്നാൽ ബസ്സുകളിലും ഇങ്ങനെ ഗൂഗിൾ പേ വേണമെന്ന് വാശി പിടിക്കാൻ കഴിയുമോ? അതിന് ചില അസൗകര്യങ്ങളുണ്ടാകും. അതിനാൽ തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ കൈവശം പണം കരുതണം. അല്ലാതെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്നത് ഗുണ്ടായിസമാണ്. കണ്ണൂരിൽ ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ ഗൂഗിൾ പേ സൗകര്യം ഇല്ലാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ ബസ് കണ്ടക്ടറെ ആക്രമിച്ച കേസിലേക്കാണ്. സംഭവത്തിൽ യാത്രക്കാരനായ പാനൂർ സ്വദേശി രമേശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂത്തുപറമ്പ് പാനൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സൺസ്റ്റാർ എന്ന ബസ്സിലാണ് കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായത്. കൂത്തുപറമ്പിൽ നിന്നും പാനൂരിലേക്ക് യാത്രക്കിടെ പൂക്കോട്ട് വെച്ചാണ് തർക്കമുണ്ടായത്. ബസ്സിൽ ഗൂഗിൾ പേ സൗകര്യം ലഭ്യമല്ലെന്ന് കണ്ടക്ടർ രാഘവൻ അറിയിച്ചതോടെ യാത്രക്കാരനായ യുവാവ് അക്രമാസക്തനാവുകയും കണ്ടക്ടറുടെ മുഖത്തടിക്കുകയുമായിരുന്നു. കണ്ടക്ടറെ മർദ്ദിക്കുന്നത് തടയാനായി എത്തിയ ബസ് ഡ്രൈവറെയും മറ്റ് യാത്രക്കാരെയും യുവാവ് ആക്രമിച്ചു. കൂത്തുപറമ്പ് പോലീസ് സ്ഥലത്തെത്തിയാണ് പ്രതിയെ പിടികൂടിയത്. പാനൂർ സ്വദേശി രമേശിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവാവ് ലഹരി ഉപയോഗിച്ചതായി സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. മർദ്ദനത്തിൽ മൂക്കുപൊട്ടിയ 68-കാരനായ രാഘവൻ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. News18 കണ്ണൂർ. വിദേശത്തൊരു ജോലി, നല്ല ശമ്പളം, ജീവിതമൊന്ന് കരപറ്റിക്കാമെന്ന സ്വപ്നം ഒരു സാധാരണ മലയാളിയുടെ ആഗ്രഹങ്ങളാണല്ലേ ഇത്. ഈ സ്വപ്നവുമായി പണം നൽകിയ 51 ചെറുപ്പക്കാർ ഒമാനിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളാണ് ഇവരിൽ നിന്നും തട്ടിയെടുത്തത്. കേസിൽ കോഴിക്കോട് വടകര സ്വദേശിനി ലതാ സുനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടിപ്പിന് ശേഷം വിദേശത്തേക്ക് കടന്നു കളഞ്ഞ പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ഒടുവിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് അറസ്റ്റ്.
വിദേശ ജോലി സ്വപ്നം കാണുന്നവരോട് ഒരു മുന്നറിയിപ്പ്. വിസ ഉറപ്പാണ് എന്ന വാക്ക് കേട്ട് മാത്രം പണം നൽകരുത്. കാരണം വിദേശത്ത് ജോലി നേടാനുള്ള ആഗ്രഹം മുതലെടുത്താണ് പല തട്ടിപ്പുകാരും ഇരകളെ കണ്ടെത്തുന്നത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലാണ് മുഖ്യപ്രതി കരിപ്പൂർ വിമാനത്താവളത്തിൽ അറസ്റ്റിലായത്. കോഴിക്കോട് വടകര സ്വദേശി ലതാ സുനിലാണ് മാനന്തവാടി പോലീസിന്റെ പിടിയിലായത്. ഒമാനിലെ അല്ലൈനിൽ പുതുതായി തുടങ്ങുന്ന സ്ഥാപനത്തിൽ സെയിൽസ്മാൻ ജോലി വാഗ്ദാനം ചെയ്ത് ആറാട്ടുതുറ സ്വദേശിയായ യുവാവടക്കം 51 പേരിൽ നിന്നാണ് ഇവർ പണം തട്ടിയെടുത്തത്. വിസയുടെ ചെലവിലേക്കായി ഓരോരുത്തരിൽ നിന്നും 65,000 മുതൽ 75,000 രൂപ വരെ ബാങ്ക് അക്കൗണ്ട് വഴി കൈക്കലാക്കുകയായിരുന്നു. തട്ടിപ്പ് മനസ്സിലാക്കി പരാതി നൽകിയതോടെ പ്രതി വിദേശത്തേക്ക് കടന്നു. തുടർന്ന് പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. മസ്കറ്റിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് പ്രതി പോലീസിന്റെ വലയിലായത്. തട്ടിപ്പിനിരയായ മറ്റ് നിരവധി പേർ ഇനിയും പരാതിയുമായി എത്താനുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. മാനന്തവാടി പോലീസ് സ്റ്റേഷനിലെ SI-മാരായ കെ സിൻഷ, PK റജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 വയനാട്. പാലക്കാട് പട്ടാമ്പിയിൽ പോക്സോ ഉൾപ്പെടെ വിവിധ കേസുകളിലെ പ്രതിയാണ് മണ്ണേങ്കോട് സ്വദേശി ഉമ്മർ. നാട്ടുകാർക്കെല്ലാം പേടി സ്വപ്നം. ഇയാൾ ജയിലിന് പുറത്തിറങ്ങിയാൽ ആരെയും ആക്രമിക്കും. കഴിഞ്ഞ ദിവസം ഒരു കേസിൽ പിടിക്കപ്പെട്ട ഉമ്മറിനെ കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം നൽകി വിട്ടയച്ചത്. എന്നാൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ച യുവാവിനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. ചാലിശ്ശേരി, കൊപ്പം, പട്ടാമ്പി പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്നാണ് വിവരം. പോക്സോ ഉൾപ്പെടെ വിവിധ കേസുകളിലെ പ്രതിയെയാണ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊപ്പം മണ്ണേങ്ങോട് പൊട്ടച്ചിറ വീട്ടിൽ ഉമ്മറാണ് അറസ്റ്റിലായത്. ഒറ്റപ്പാലം സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് മുഖേന നൽകിയ ജാമ്യവ്യവസ്ഥ ലംഘിച്ച ഇയാൾ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നുണ്ടായ പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് നൽകുകയും കോടതി ഇയാൾക്കെതിരെ വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു. തുടർന്നാണ് കൊപ്പം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജില്ലയിൽ തന്നെ അപൂർവമായാണ് ഇത്തരം നടപടികൾ ഉണ്ടാവാറുള്ളതെന്ന് പോലീസ് പറഞ്ഞു. ചാലിശ്ശേരി, കൊപ്പം, പട്ടാമ്പി പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ടെന്നും കൊപ്പം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. ആരാധനാലയങ്ങളാണ് ഇപ്പോൾ മോഷ്ടാക്കളുടെ ഇഷ്ടകേന്ദ്രം. സംസ്ഥാനത്ത് സമീപകാലത്തായി ക്ഷേത്രങ്ങളും പള്ളികളും കേന്ദ്രീകരിച്ചുള്ള മോഷണം പെരുകുകയാണ്. തിരുവനന്തപുരം പാറശാലയിലെ കല്ലിങ്കപ്പൊറ്റ ശ്രീ ദുർഗാ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് കവർച്ച നടത്തി. പാറശാലയിലെ സമീപ പ്രദേശങ്ങളിലും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം തുടർക്കഥയായിട്ടുണ്ട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് പട്ടാപ്പകൽ പള്ളി ഖത്തീബിന്റെ മുറിയുടെ പൂട്ട് തകർത്ത് പണം അപഹരിച്ചു. ആറയൂർ കലിങ്ങപ്പറ്റ ശ്രീദുർഗ ക്ഷേത്രത്തിൽ പുലർച്ചെയാണ് കവർച്ച നടന്നത്. ക്ഷേത്രത്തിലെ 2 വാതിലുകൾ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ 4 കാണിക്കവഞ്ചികൾ തകർത്ത് പണം അപഹരിച്ചു. കാണിക്കവഞ്ചികൾ ഉണ്ടായിരുന്ന നോട്ടുകളാണ് പ്രധാനമായും കവർന്നത്. ചില്ലറ പൈസകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ പ്രദേശത്ത് 4 ക്ഷേത്രങ്ങളിലും ഒരു ക്രിസ്തീയ ആരാധനാലയത്തിലും സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു.
ഇവിടെ നിന്നെല്ലാം പണവും സ്വർണ്ണാഭരണങ്ങളും നഷ്ടമായിട്ടുണ്ട്. തുടർച്ചയായി മോഷണങ്ങൾ നടന്നിട്ടും പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തതിൽ പ്രദേശവാസികളിലും വിശ്വാസികളിലും പ്രതിഷേധം ശക്തമാണ്. ഇന്നലെ രാത്രി 7 മണിക്ക് ക്ഷേത്രം കഴുകി രാമായണഭാരവും കഴിഞ്ഞ് പൂട്ടിയിട്ട് പോയതിനു ശേഷം ഇന്ന് രാവിലെ 8 മണിക്ക് അഹോരാത്ര വായന ഇന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പോറ്റിയും ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവം. അതിൽ കമ്മിറ്റി ഓഫീസും മടപ്പള്ളിയും ഡോറുകൾ തല്ലിപ്പൊട്ടിച്ചാണ് കട്ട വെച്ചാണ് പൊട്ടിച്ചിരിക്കുന്നത്. കട്ട പൊടിഞ്ഞ് കിടപ്പുണ്ട്. 4 കാണിക്ക വഞ്ചി തുറന്നിട്ട് അതിൽ നോട്ട് മാത്രം കോയിൻസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മളൊരു 3 മാസം വരെ ഇത് പൊട്ടിച്ചിട്ട് അതിന് ശേഷമുള്ള പൈസയാണ് ഉള്ളത്. വിവരമറിഞ്ഞ് പാറശാല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. പരശുവയ്ക്കൽ കോട്ടയ്ക്കകം ശ്രീ മഹാദേവ ക്ഷേത്രം, മല്ലികശ്ശേരി ശ്രീ ക്ഷേമ ക്ഷേത്രം, നെടുവാമ്പുഴ ചർച്ച്, മേലേക്കോണം ഇടനാട്ടുകോണം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തുടങ്ങിയ ആരാധനാലയങ്ങളിലായിരുന്നു മുമ്പ് മോഷണം നടന്നത്. ഇതിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് വീണ്ടും മോഷണം നടന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് പട്ടാപ്പകൽ പള്ളിയിൽ ഖത്തീബിന്റെ മുറിയുടെ പൂട്ട് തകർത്ത് 30,000 രൂപയും സൗദി റിയാലും കവർച്ച ചെയ്തു. പുതിയകോട്ട പള്ളിയിൽ രാവിലെ 8:45 മോഷണം നടന്നത്. ഖത്തീബ് OK അബ്ദുള്ള ഫൈസിയുടെ മുറി കുത്തി തുറന്നായിരുന്നു കവർച്ച. അദ്ദേഹം കുളിക്കാൻ പുറത്തിറങ്ങിയ തക്കം നോക്കിയാണ് പണം അപഹരിച്ചത്. പള്ളിയുടെ മുകൾ നിലയിലെ മുറിയാണ് കുത്തി തുറന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് കുപ്രസ്ഥ മോഷ്ടാവിനെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹോസ്ദുർഗ് പോലീസ് പ്രതിക്കായി അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം, കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് താമരശ്ശേരിയിൽ അവധിയിലുള്ള പോലീസുകാരൻ മറ്റൊരു സ്റ്റേഷൻ പരിധിയിലെ സ്പായിൽ പരിശോധനയ്ക്കെന്ന പേരിൽ കയറി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയതായി പരാതി. സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. തിരുവമ്പാടി പുന്നക്കലിൽ ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് കവർച്ച. പുന്നക്കൽ വഴിക്കടവിലെ നോയലിന്റെ വീട്ടിൽ നിന്ന് 2.5 പവൻ സ്വർണവും ക്യാമറയും കവർന്നു. 5 അംഗ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTVയിൽ. കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ അസാധാരണ സ്ഥലം മാറ്റങ്ങളിൽ റിപ്പോർട്ട് തേടി DGP. ASIP ബിജുവിനെ അടിക്കടി മാറ്റിയതിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ച കുറെ ആളുകൾ ഉണ്ടാകില്ലേ? പ്രിയപ്പെട്ടവരെന്ന് കരുതിയവർ, കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചവർ. അങ്ങനെയുള്ളവർ വിശ്വാസവഞ്ചന കാണിച്ചാൽ പൊറുക്കാൻ പറ്റുമോ? അവരോട് ചിലപ്പോൾ ദേഷ്യവും പകയും മനസ്സിലുണ്ടാകാം. എന്നാൽ ഉള്ളിൽ പ്രതികാര ചിന്തയുമായി നടന്നാലോ? എൻ്റെ ജീവിതം തകർത്തവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നവരെ കാണാറില്ലേ? ഒരു നിമിഷത്തെ വാശിയിൽ പറഞ്ഞ വാക്കാകാം, കള്ളപ്പരാതികളാകാം. എന്നാൽ ഒരു പ്രതികാരത്തിൻ്റെ പേരിലെടുത്ത തീരുമാനം നിരവധി കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തുന്നത്. ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്താൽ അതേ രീതിയിൽ പ്രതികാരം ചെയ്യണമെന്ന് ചിന്തിക്കരുത് കേട്ടോ. കാരണം പ്രതികാരം ചെയ്തതിൻ്റെ സന്തോഷം ചിലപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാകൂ. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം ഒരു ജീവിതകാലം മുഴുവൻ വേട്ടയാടിയേക്കാം. ഈ നാട്ടിൽ ഒരു നിയമവും നിയമ സംവിധാനങ്ങളുമുണ്ട്. അവിടെ പരാതിപ്പെടാം, നീതിയുടെ വഴി തേടാം. പക്ഷെ സ്വന്തം കൈകൊണ്ട് നീതി നടപ്പാക്കാനും വാശി തീർക്കാനും പ്രതികാരം ചെയ്യാനും ശ്രമിച്ചാൽ പിന്നീട് പശ്ചാത്താപിക്കേണ്ടി വരും. നമ്മളെ വേദനിപ്പിച്ച ഒരാളെ തകർക്കുന്നതല്ലെന്നേ വിജയം. നമ്മളെ ചതിക്കുന്നവരോടും വേദനിപ്പിച്ചവരോടും കാലം കണക്ക് ചോദിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. പകയും വിദ്വേഷവുമൊക്കെ മാറ്റിവെച്ച് ജീവിത വിജയത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ. വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.